ഹലോ, ഇന്നത്തെ ഒരു പുതിയ തുടക്കമാകട്ടെ. രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. എഴുന്നേറ്റ ഉടൻ തന്നെ ചായക്ക് വെച്ചിട്ടുണ്ട്. രാവിലെ ഒരു ചായ, അത് പതിവാണ്. പിന്നീട് മീൻ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട്, ഇന്നലെ പൊരിച്ച എണ്ണ കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതിലാവട്ടെ മീൻ പൊരിച്ചത്. അതിനായിട്ട് മീൻ പൊരിക്കുന്ന എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഇന്ന് മത്തിയാണ് കേട്ടോ കിട്ടിയത്. അതൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മത്തിയും കുറച്ച് 5-6 കൊഞ്ചൂടി ഉണ്ടായിരുന്നു. അപ്പം പൊതിച്ചോറിന് മത്തി ഉപയോഗിക്കാം. കൊഞ്ച് നമുക്ക് ലഞ്ച് ബോക്സിലേക്ക്, ടിഫിൻ ബോക്സായിട്ട് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഫിഷ് അവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ, എനിക്ക് കുറച്ച് ക്യാബേജ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ റെഡ് ക്യാബേജാണ്. അത് കട്ട് ചെയ്ത് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു അതൊന്ന് വെഴുക്കാക്കി എടുക്കാം. പിന്നെ വിചാരിച്ചു വെഴുക്കിനേക്കാൾ നല്ലതല്ലേ തോരൻ, അപ്പോൾ അത് തോരനാക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ജീരകവും എല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ടാൽ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് തോരനും ഒരു ചമ്മന്തിയും കൂടെ ആയാൽ നമുക്കൊരു പൊതിച്ചോറ് തയ്യാറാക്കാം. എന്താ അടിപൊളി ടേസ്റ്റ് അല്ലേ ഉച്ച സമയത്തൊക്കെ കഴിക്കാൻ. ചില ദിവസങ്ങൾ അങ്ങനെയാണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് എഴുന്നേറ്റാലും നമുക്ക് ചിലപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എൻ്റെ കൂട്ട് നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ടെന്നറിയാം. എന്നാലും പലരും അത് പുറത്ത് പറയാതെ നടക്കുന്നുണ്ടാവാം അല്ലേ. അപ്പോൾ നമ്മുടെ മീൻ പൊരിച്ചത് അവിടെ റെഡിയാകുന്നുണ്ട്. തോരനും റെഡിയായി വരുന്നുണ്ട്. നോക്കിയപ്പോൾ ഒരു പച്ചമാങ്ങ ഇരിക്കുന്നു. അത് വെച്ച് ഒരു ചമ്മന്തി ആക്കിയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വാട്ടിയെടുത്ത് ചോറും ഇപ്പോൾ റെഡിയായി. ഇനി നമുക്ക് ഇലയിലേക്ക് നല്ല ചൂട് ചോറും നമ്മുടെ പച്ചമാങ്ങ ചരച്ച ചമ്മന്തിയും കറികളെല്ലാം കൂടെ കൂട്ടി ഊണൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.